ഓം നമഃ ശിവായ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് വന്നിരിക്കുന്നത് മച്ചാട് കരുമത്ര നിറമംഗലം ശിവക്ഷേത്രത്തിലേക്കാണ്. തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ വടക്കാഞ്ചേരിക്കടുത്ത് കരുമത്രയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിറഞ്ഞു വന്നാൽ വടിഞ്ഞു പോകട്ടെ എന്ന് അരുളി ചെയ്ത് ഭഗവാൻ പരമേശ്വരൻ ഇരുന്ന പ്രദേശത്തെ നിറമംഗലം എന്ന് പറയുന്നു എന്നാണ് പഴമൊഴി. സത്യാവസ്ഥകൾക്കപ്പുറം വളരെ വിശാലമായ അർത്ഥവ്യാപ്തിയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് പല വാമൊഴികളും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിന് മുന്നിലാണ്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമായിരുന്നു ഇത്. ഈ അടുത്ത കാലത്താണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്തായി നല്ല ആഴമുള്ള വിശാലമായ ക്ഷേത്രക്കുളം കാണാം. വളരെ കാലമായി ജീർണാവസ്ഥയിലായിരുന്നു ഈ ക്ഷേത്രവും ക്ഷേത്രക്കുളവും ക്ഷേത്ര പരിസരവും. ഭക്തരായ സജ്ജനങ്ങളുടെ വളരെ കാലത്തെ കൂട്ടായ പരിശ്രമഫലമായാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും പുനരുദ്ധരിക്കാൻ സാധിച്ചത്. പ്രവേശന കവാടം മുതൽ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം വരെ ടൈലുകൾ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിലായി ഭഗവാന് അഭിമുഖമായി മഹാനന്ദികേശന്റെ ഒരു ബൃഹത്തായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. നന്ദികേശന്റെ പ്രതിമയുടെ സ്ഥാനത്ത് പുനരുദ്ധാരണത്തിന് മുമ്പ് വളരെ വലിയ പടർന്നു പന്തലിച്ച ഒരു അരയാൽ വൃക്ഷമായിരുന്നു. ഭഗവാൻ പരമേശ്വരനും ദേവി പാർവതിയും കൂടി ഈ ഗ്രാമത്തിൽ കൂടെ ഭിക്ഷാംദേഹികളായി ഭിക്ഷയെടുത്ത് സഞ്ചരിച്ചിരുന്നു അത്രേ. അങ്ങനെ ഭിക്ഷയെടുത്ത് നടക്കുമ്പോൾ ഒരു ഗൃഹത്തിലെത്തുകയും ആ ഗൃഹത്തിലെ ഗൃഹനാഥനോട് ഭിക്ഷ ചോദിക്കുകയും ചെയ്തു. വന്നിരിക്കുന്നത് ശിവഭഗവാനാണെന്ന് മനസ്സിലാക്കിയ ജ്ഞാനിയായ ഗൃഹനാഥൻ അദ്ദേഹത്തിന് ധാരാളം ഭിക്ഷ നൽകി. തന്നെ തിരിച്ചറിഞ്ഞ ഗൃഹനാഥന് അനുഗ്രഹങ്ങൾ നൽകി ഭഗവാൻ പരമേശ്വരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഈ പ്രദേശത്ത് നിറഞ്ഞു വരുന്നതെന്തും വടിഞ്ഞു പോകും. ഇപ്രകാരം പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനാവുകയും പിന്നീട് ഭഗവത് സാന്നിധ്യം കണ്ടെത്തി ക്ഷേത്ര നിർമ്മാണം നടക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. സജ്ജനങ്ങളായ ഗ്രാമവാസികളുടെ വാമൊഴികളെ നെഞ്ചോട് ചേർത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഒരു സുഖമുള്ള അനുഭവമാണ്. ക്ഷേത്രത്തിനു പുറത്ത് കിഴക്ക് തെക്ക് മൂലയിലായി ഒരു അയ്യപ്പ പ്രതിഷ്ഠയുണ്ട്. അതേപോലെ തെക്ക് പടിഞ്ഞാറ് മൂലയിലായി ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിനു പുറത്ത് പ്രദക്ഷിണം വെച്ച് വരുന്ന ഓരോ ഭക്തനും തൻ്റെ ഉള്ളിലുള്ള പരമാത്മസ്വരൂപത്തെ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പരമാത്മസ്വരൂപത്തെ തിരിച്ചറിയാനുള്ള അനേകം വഴികളിൽ ഒന്നു മാത്രമാണ് ക്ഷേത്ര ദർശനമെന്ന് ഓരോ ഭക്തനും തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ടുതന്നെ ഓരോ ക്ഷേത്രത്തിലെയും ആചാര്യ മര്യാദകൾ പാലിച്ചുകൊണ്ടുവേണം അവിടെ ദർശനം നടത്താൻ. ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയും അവിടുത്തെ ആചാര മര്യാദകളും പാലിക്കേണ്ടത് ഓരോ ഗ്രാമവാസിയുടെയും ധാർമ്മിക ചുമതലയാണ്.
അതിൻ്റെ സംരക്ഷണം ആ ഗ്രാമവാസികളിൽ തന്നെ നിക്ഷിപ്തമാണ്. കാരണം ഒരു ക്ഷേത്രം ഒരു ഗ്രാമത്തിൻ്റെ ആത്മാവാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മനസ്സിൽ ആനന്ദം നിറയണം. അതെ, ഭക്തി ഒരാനന്ദമാണ്. അവനവന് മാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്ന അതിനിഗൂഢമായ ഒരാനന്ദം. പുനരുദ്ധാരണത്തിനു മുമ്പ് ഈ ക്ഷേത്രം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് കാണാം. ഇതാണ് പുനരുദ്ധാരണത്തിന് മുമ്പുള്ള പഴയ ക്ഷേത്രം. ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ പങ്കെടുത്ത സജ്ജനങ്ങൾ എത്ര കൃത്യമായി, എത്ര മനോഹരമായാണ് ആ പുനരുദ്ധാരണം നിർവഹിച്ചത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാനാവും. പരമാത്മസ്വരൂപമായ ജീവാത്മാവ് കുടികൊള്ളുന്ന സ്വശരീരം ഒരു വ്യക്തിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതേപോലെ തന്നെയാണ് ഓരോ ഗ്രാമത്തിനും ആ ഗ്രാമത്തിലെ ക്ഷേത്രങ്ങൾ. ഗ്രാമവിശുദ്ധിയുടെ നീരുറവകളായ ക്ഷേത്രങ്ങളുടെ പരിപാലനം ഓരോ സനാതന ധർമ്മവിശ്വാസിയുടെയും ജീവിത കർത്തവ്യമാണ്. നിറമംഗലത്തപ്പനെക്കുറിച്ചുള്ള ഈ ചെറിയ കാഴ്ചശില്പം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അജ്ഞത കൊണ്ട് വന്നുപോയിട്ടുള്ള തെറ്റുകൾ സാദരം ക്ഷമിക്കണമെന്ന് എല്ലാ സജ്ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.